ഈ അന്വേഷണത്തിന്റെ കാലഘട്ടത്തിലെല്ലാം രണ്ട് കമ്പനികൾ ഒരു സേവനം നൽകിയിട്ടാണ് ഈ പണം കൈപ്പറ്റിയെന്നായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPM-ന്റെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെ പിണറായി വിജയനെ പ്രതിരോധിക്കുവാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയപ്പോൾ അതിനെതിരെ ജനകീയമായി ഗുണ്ടകളെ ഇറക്കി, ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ഗുണ്ടകളെ ഇറക്കി ED ആക്രമിക്കുന്ന സാഹചര്യം വരെ കേരളം കണ്ടു. CPM ആണ് അതിനെ പ്രതിരോധിച്ചത്. SFI ഉൾപ്പെടെയുള്ള അഴിമതിക്കെതിരെ എന്ന പേരിൽ കേരളത്തിലെ ക്യാമ്പസുകളെ സ്തംഭിപ്പിക്കുകയാണ്. അഴിമതിക്കെതിരെയാണ് SFI സമരം ചെയ്യുന്നതെങ്കിൽ അവരാദ്യം സമരം ചെയ്യേണ്ടത് കേരളത്തിലെ ക്യാമ്പസുകളിലല്ല, അവര് സമരം ചെയ്യേണ്ടത് പിണറായി എതിരെയാണ് SFIയുടെ സമരമെങ്കിൽ ആ സമരം നടത്തേണ്ടത് പിണറായി വിജയന്റെ വീട്ടിലേക്കാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നേരത്തെ മുതൽ ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഇതിൽ വീണ എന്ന ഫാക്ടർ ഇന്നും കൊണ്ട് അവസാനിക്കുകയാണ്. പിണറായിയാണ് പ്രതി എന്ന് മുൻപും ഞങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് അവരതിനെ പ്രതിരോധിച്ചത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടെന്ന നിലയിലാണ്. ഇന്ന് വളരെ വ്യക്തമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന ഒരു രേഖ പുറത്തു വന്നിരിക്കുന്നു. പിണറായി വിജയനാണ് പ്രതി എന്ന് ഇനിയെങ്കിലും അംഗീകരിക്കാൻ CPIM തയ്യാറാകണം. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ മാറ്റാനുള്ള ധാർമ്മികത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഘടകകക്ഷികളും ഒരുമിച്ച് ഇനിയും പിണറായി വിജയനെ, ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം, അത് MLA സ്ഥാനം പോലെയല്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപടിയെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ ഇനിയും MLA സ്ഥാനത്ത് തുടരാതെ ധാർമ്മികതയുണ്ടെങ്കിൽ, പണ്ട് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞൊരു പറച്ചിലുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ, പിണറായി വിജയന് ഉളുപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം. അദ്ദേഹം തന്നെ പറഞ്ഞ വാചകമാണ്, ഉളുപ്പുണ്ടെങ്കിൽ. ഇനിയും അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ പിടിച്ചു നിൽക്കാനാകില്ല. അദ്ദേഹം പ്രതിയാണെന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. പിണറായി വിജയന് ഉളുപ്പുണ്ടോ എങ്കിൽ അദ്ദേഹം MLA സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാകണം. രാഷ്ട്രീയ ധാർമ്മികത ഒന്നുണ്ട് എന്ന് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇപ്പോഴും കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം തയ്യാറാകണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. എന്താ അവർ അല്ല, മൊഴി മാധ്യമങ്ങൾ സൃഷ്ടിയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും അത് സൃഷ്ടിക്കുമോ? ഇപ്പോൾ ജനൻ TV മാത്രമല്ലല്ലോ ഇത് വന്നത്, അല്ല ജയ്ഹിന്ദ് ചാനലിലല്ലോ ഇത് വന്നത്. ഇതിവിടുത്തെ പ്രമുഖ എല്ലാ മാധ്യമങ്ങളും വന്ന ഒരു കാര്യമാണ്. അത് മാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടി, എന്ത് സോഴ്സാ, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല. പക്ഷേ മാധ്യമങ്ങൾ വന്ന കാര്യങ്ങൾ ആധികാരികതയില്ലാതെ നിങ്ങൾ കൊടുക്കുമോ? ഇല്ലല്ലോ. അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാതെ നിങ്ങളാരും അത് പ്രക്ഷേപണം ചെയ്യുന്ന ചാനലുകളല്ല. അപ്പോൾ സ്വാഭാവിക അല്ല, അവസാന നിമിഷം വരെയും പിണറായി വിജയനെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമോ, ഇനി ഇത് ഒറിജിനൽ കൊണ്ടു കൊടുത്താൽ പറയും ഇത് സിറോക്സ് എന്ന് പറയും.
ഒറിജിനൽ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയും. അതൊക്കെ പിണറായി CPM എന്താ പറയാൻ വരത്ത്? അല്ല, പിണറായിയല്ലേ പ്രതി, അയാളേക്കല്ലേ പോകണ്ടേ? തുടക്കം മുതലേ ഞാൻ പറയുന്നൊരു കാര്യം, പിണറായിലേക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത്. അങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. പിണറായിലേക്ക് ആകുമ്പോഴേ അന്വേഷണം ശരിയായ ദിശയിലാകുമെന്ന് ഞാൻ പറയൂ. ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ തുടക്കം മുതൽ ഞാൻ പറയുന്നു, വീണ വിജയൻ ഇതിനകത്തൊരു ഫാക്ടറല്ല. അവർക്ക് ഇത് എപ്പോഴും ഇത് തന്നെ പറയാമല്ലോ, 200 കോടിയാണ് തിരിമറി നടന്നിട്ടുള്ളത്. 189 കോടി രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ട്. ആ 189 കോടി രൂപയിൽ 2.86 കണക്കേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ബ്ലാക്ക് മണിയാണ്. ആ പണം അവിടെ പോയിന്ന് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്തും ഗണ്യഭാഗം ഇദ്ദേഹത്തിന് തന്നെയാണ് വന്നിട്ടുള്ളത്. അക്കൗണ്ടിൽ എന്തോ ആവശ്യം, ചിലപ്പോൾ ഗൂഗിൾ പേയ്ക്ക് വേണ്ടിയായിരിക്കാം. അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വല്ല ആവശ്യത്തിനും ആയിരിക്കാം ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത്. പക്ഷേ തുക ചെറുതാണെങ്കിലും ഇതിനകത്ത് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് ആവശ്യമില്ല. ഇതിനകത്ത് 95% ഡിജിറ്റൽ എവിഡൻസ് ഉള്ളൊരു കേസാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു തിരിമറി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നേരത്തെ ചെയ്തേനെ. പിണറായി പറഞ്ഞ സാധനം പൂർണ്ണമായും ഈ രേഖയെ വിശ്വാസത്തിലെടുക്കാതെയാണ്. അതിലൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, എത്ര കാലമായി ഇങ്ങനെ എനിക്കെതിരെ എതിർപ്പായിട്ട് നടക്കുന്നു, അത് നടക്കട്ടെ എന്നുള്ള ആ ഒരു കോൺഫിഡൻസിന് എന്താ? അല്ലല്ല, ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് ഷെയർ ചെയ്ത് തരാം. SFIയുടെ റിപ്പോർട്ടിൽ 92ാമത്തെ പേജ് ഒന്ന് എടുക്കണം. അതിൽ ഇത് വീണയുടെ മൊഴി തന്നെയാണ്. വീണയുടെ മൊഴിയാണ്. വീണയുടെ മൊഴിയിൽ വീണ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ കൊടുക്കൽ മറ്റേ ഏതെങ്കിലും തരത്തിലൊരു മെയിൽ ഇടപാട് പോലും ഞങ്ങൾക്കിടയിൽ നടന്നിട്ടില്ല. ഒരു ദിവസം കർത്തയുടെ വീട്ടിൽ പോയി. ആ വീട്ടിൽ വെച്ച് അവരുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു. അവരുമായിട്ട് ഞാൻ കുറേ ഉപദേശങ്ങൾ കൊടുത്തു. അതായത് യാതൊരു തരത്തിലും അവരുമായിട്ട് ഈ ഡോക്യുമെൻ്റ് കോപ്പി നിങ്ങൾക്ക് തരാം. ആ ഡോക്യുമെൻറ്റിൽ ആ വീണയുടെ മൊഴിയൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വീണയ്ക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല അവരെന്ത് സേവനമാണ് കൊടുത്തതെന്ന്. അപ്പം വീണയുടെ മൊഴിയിൽ തന്നെ, ഈ മൊഴിയല്ല, ഇപ്പോൾ പുറത്തു വന്ന മൊഴികൾ മാത്രമല്ല, വീണയുടെ മൊഴിയിൽ തന്നെ വീണ സമ്മതിക്കുന്നുണ്ട്, ഞാൻ ഒരു തരത്തിലും എന്ത് സേവനമാണ് എന്ന് കൊടുത്തതെന്ന് തെളിയിക്കാൻ SFIയുടെ ചോദ്യം ചെയ്യൽ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ EDയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതിനപ്പുറത്തേക്കൊന്നും ബോധ്യപ്പെടുത്താൻ വീണയ്ക്ക് അറിയില്ല. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? പോകണമല്ലോ. അല്ല, പ്രതി പിണറായിയാണ്, അതിനൊരു സംശയം വേണ്ട. പിണറായിലെത്തുമ്പോഴാണ് ഈ കേസ് ശരിയായ ദിശയിലാകുന്നത്. അങ്ങനെയിട്ടൊക്കെയാണ് എത്തേണ്ടത്. പിണറായിലേക്ക് നേരെ ഇപ്പോൾ ഞാൻ പറയട്ടെ, 59 ദിവസം കണ്ടായി ആ ചെറുപ്പക്കാർ പിണറായി വിജയൻ്റെ വീട് സംരക്ഷിക്കാൻ പോയിട്ട് ജയിലിൽ കിടക്കുന്നു. അവരെ പിണറായി ജയിലിൽ പോയി ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടോ? ഇല്ലല്ലോ. ഏരെ സംസ്ഥാന സെക്രട്ടറി പോയല്ലോ. മകളെ സംരക്ഷിക്കാൻ വേണ്ടി പിണറായിയെ അന്ന് ചോദ്യം ചെയ്തില്ല. പിണറായി അവിടെ വീട്ടിലുണ്ടായിരുന്നുള്ള ശരിയാണ്. പിണറായിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി 59 ദിവസമായി ജയിലിൽ കിടന്ന 24 സഖാക്കളെ കാണാൻ സാമാന്യ മര്യാദയുണ്ടോ ചെല്ലണ്ടേ? മകൾക്ക് വേണ്ടിയല്ല പോയി കിടന്നത്. സാമാന്യ മര്യാദ. ആ കുടുംബങ്ങൾ പല പ്രശ്നമായി. ആ കുടുംബങ്ങൾ പാർട്ടിക്കെതിരെ തിരിഞ്ഞു. അവർ ജില്ലാ കമ്മിറ്റി പോയി പ്രശ്നം ഉണ്ടാക്കി. ആർക്ക് വേണ്ടിയാണ്? പാർട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കിടക്കാം. പിണറായിയുടെ മകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ജയിലിൽ കിടക്കാൻ സൗകര്യമില്ലെന്നാണ് അവർ പറയുന്നത്. തെറ്റാണോ? അല്ല, അത് ഞാനിപ്പോൾ അത് പറഞ്ഞ ഉടനെ പറയും ഞാനാണ് ചോദ്യം ചെയ്യിപ്പിച്ചെന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അന്വേഷണ ഏജൻസിയുടെ കടമ ചെയ്യട്ടെ. അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതാണ്. അന്വേഷണവുമായിട്ട് അത് EDയുടെ പ്രതികരണം പുറത്തു വരട്ടെ, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് പുറത്തു വരട്ടെ. എത്രമാത്രം സഹകരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ, അവരുടെ മൊഴികൾ. പക്ഷേ എന്നെ സഹകരിച്ചാലും ഒന്നും അറിയാൻ മേലാത്ത ഒരാൾ എനിക്ക് അറിയത്തില്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ ഇടപാടുകളെ സംബന്ധിച്ച്, ഈ പൈസ എന്തിനു മേടിച്ചെന്ന് കൊടുക്കൽ വാങ്ങുന്നതിനെ സംബന്ധിച്ച് ഒരു മെയിലോ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, ഒരു ഡോക്യുമെൻറ്റും ഇല്ല. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറേ കഥകളുണ്ട്. 2016 മുമ്പ് കുറേ കഥകളുണ്ട്, 2021 ശേഷം കുറേ കഥകളുണ്ട്. ആ കഥകളിൽ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ, വിദേശ അക്കൗണ്ടുകൾ, വിദേശ പണമിടപാടുകൾ, ഇതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആരോപണങ്ങൾ പറയുമ്പോൾ അതിൻ്റെ 100% തെളിവുമായി ഞാൻ പറഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്ന തെളിവുള്ള കാര്യങ്ങളുടെ ക്രെഡിബിലിറ്റിയും കൂടെ അത് ബാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത് മാത്രമല്ല, ഏതൊക്കെ ഇപ്പോൾ മറ്റേ
പിന്നെ പെൻഷൻ കാശ് എടുത്തുകൊണ്ട് തുടങ്ങി എന്ന് പറഞ്ഞ കമ്പനി. പിന്നെ ഒരു കമ്പനിയെക്കുറിച്ച് ഞാൻ വെറുതെ ഒരു പരാമർശം ചുമ്മാ എന്ന് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ആ കമ്പനിയുടെ ആൾ പ്രതികരിച്ച് അന്ന് വരെ ഒരു കനേഡിയൻ കമ്പനിയുടെ മെൻറ്റർ എന്ന നിലയിൽ പേരുണ്ടായിരുന്ന പിറ്റേ ദിവസം രാവിലെ അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് മൊത്തത്തിൽ കുഴപ്പമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒത്തിരി വലിയ കുഴപ്പമാണ്. പിന്നെ എല്ലാ കാര്യവും ഇപ്പം തെളിവുള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. തെളിവ് ഇതല്ലേ ഇപ്പം ഇന്ന് പുറത്ത് അല്ല, അതിന് വേറെ എവിഡൻസിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം സ്വാഭാവികമായും ഇനി ഒരു അടുത്തൊരു ഘട്ടം കൂടെ ഉണ്ട്. എന്തിനു വേണ്ടി ഇപ്പം പണം കൈപ്പറ്റി ഒരു കമ്പനിയിൽ നിന്നും രണ്ട് കാര്യമുണ്ട്. ഈ കമ്പനി ഒന്ന് വെറുതെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയല്ല, പൊതുമേഖലാ സ്ഥാപനത്തിന് ഓഹരി പങ്കാളിത്തമുള്ള പൊതുമേഖല ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മകൾ കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അത് നിയമമാണ്. കാരണം മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സർക്കാരിന് പങ്കാളിത്തമുള്ള ഇപ്പോൾ PWD ലൈസൻസ് ഉള്ള ആൾക്ക് മന്ത്രിയാകാൻ പറ്റില്ല. അതിൽ PWD ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. എന്തുകൊണ്ടാണ്? സർക്കാരുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അത്തരത്തിൽ വീണ കരാറിൽ ഏർപ്പെട്ട തന്നെ തെറ്റ്. ആ കരാറിൽ ഏർപ്പെട്ട വ്യക്തി ഏതെങ്കിലും സൗജന്യമായി ഏതെങ്കിലും തരത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ക്ലീൻ കേസ് ഓഫ് കറപ്ഷനാണ്. PMLA ഈ 2.86 കഴിഞ്ഞുള്ള സാധനം ഉണ്ടല്ലോ, 200 കോടിയാണ് തിരുമറി നടന്നിട്ടുള്ളത്. അതിനകത്ത് 2.86 അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള പണമില്ലേ? ആ പണം മുഴുവൻ PMLA ആക്ടിന് ബാധകമല്ലേ? അക്കൗണ്ടിൽ കൊടുത്തേക്കുന്ന തുക എത്ര? 5% താഴെയാണ്. 5% 2% താഴെയാണ്. അപ്പോൾ ബാക്കിയുള്ള 200 കോടി രൂപയിൽ അതിൽ ഒത്തിരി ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല. 30 കോടി രൂപയിലധികം രൂപ വിദേശത്തേക്ക് കടത്തിയതായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. 30 കോടി രൂപ വിജിലൻസ് ഈ EDയുടെ അന്വേഷണ പരിധിയിലുണ്ട് ആ വിഷയം. അത് EDയുടെ അന്വേഷണ പരിധിയിലുള്ള വിഷയമാണ്. EDയുടെ അന്വേഷണ പരിധിയിലുള്ളതാണ് 30 കോടി രൂപ. അത് ആ SFIയുടെ ചാർജ് ഷീറ്റിലുണ്ടത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ അവിടെ ആ രാജ്യത്തെ നിയമം അനുസരിച്ച് അവിടെ ജോലി ചെയ്യുന്ന മലയാളികളായ ചെറുപ്പക്കാരെ ഞാൻ ഉപദ്രവിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്കതുകൊണ്ട് തന്ന അവരെ ഞാനെങ്ങനെ ഉപദ്രവിക്കുന്നത്? മാത്രമല്ല ആ രാജ്യത്തെ നിയമം അനുസരിച്ച് അത് വലിയ ക്രൈമാണ്. അതുകൊണ്ട് ഇത് 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനത് കോളിൽ ഞാൻ കണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ പോയാൽ അത് ഡെഫിനറ്റ്ലി അന്വേഷണ പരിധിയിൽ അതൊക്കെ ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ പരാതി അതിനുവേണ്ടി സെപ്പറേറ്റ് പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അക്കൗണ്ട് വഴിയാണോ അതോ അല്ലാതെയാണോ കൈമാറിയെന്നുള്ളൊരു കാര്യം ഉണ്ടാവും. 2024 നൽകിയിട്ടുള്ള മൊഴിയാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ചെയ്യലിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ വെച്ച് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അതിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായൊരു കാര്യം ബോധ്യപ്പെടുത്താൻ വീണയ്ക്ക് ആയിട്ടില്ലെങ്കിൽ അറസ്റ്റ് അപ്പം തന്നെ സംഭവിച്ചേനെ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ചോദ്യം ചെയ്യലിനെ കുറിച്ചോ അന്വേഷണ ഏജൻസി ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു പരിചയത്തിൻ്റെ പുറത്ത് പോലും ഒരു കോൾ പോലും ഞാൻ മെയിൽ ത്രൂ കമ്മ്യൂണിക്കേഷൻ അല്ല ഒരിക്കലും അന്വേഷണ ഏജൻസിയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. സ്വാഭാവികം. കാരണം ഞാനും പ്രകാശിയൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരവാഹികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കൈകടത്തൽ ഇടപെടലുകൾ എവിടെയെങ്കിലും ഒരു വിവരം അന്വേഷിക്കാൻ പോലും നമ്മൾ വിളിച്ചിട്ടില്ല. അപ്പോൾ അത്തരം മൊഴികളെ സംബന്ധിച്ച് എന്താണ് അവർ നടപടി എടുക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിനകത്ത് തന്നെ പറയാം. അവരുടെ ഒരു NBFCയിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. എനിക്കൊന്ന് 50-56 ലക്ഷം രൂപയാണ്. അത് തിരിച്ചു അടച്ചിട്ടുണ്ട്. തിരിച്ചടയ്ക്കാൻ പണം അക്കൗണ്ടിലോട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 1.76 എന്നുള്ളത് 2 കോടിയിലേക്ക്. അതായത് അവരുടെ എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന NBFC കമ്പനിയിൽ നിന്നും വീണയ്ക്ക് ഒരു ഈടുവും ഇല്ലാത്ത കടം കൊടുത്തിട്ടുണ്ട്. ആ കടം പിന്നീട് തിരിച്ചടച്ചിട്ടുണ്ട്. തിരിച്ചടയ്ക്കാനും പണം കൊടുത്തത് ഈ പറയുന്ന കമ്പനിയാണ്. അങ്ങനെയാണ് ഈ 1.76 നിന്നും 2.86 ലക്ഷത്തിലേക്ക് പോകുന്നത്. അത് അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ ട്രാൻസാക്ഷൻ ആ വഴി സംഭവിച്ചിട്ടുണ്ട്. കാരണം ആ NBFC അന്വേഷണം തുടങ്ങിയ സമയത്ത് അവർ ക്ലോസ് ചെയ്തു. ആ സാധനം ഇന്ന് പ്രവർത്തിക്കുന്നില്ല.
ഇത്തരം ആളുകൾക്ക് പണം കൊടുക്കാനായിരിക്കാം ഒരു പക്ഷേ. വിജിലൻസിന് സ്കോപ്പില്ല ഇതിനകത്ത്. കാരണം അത് ഈ മാത്യു കുഴൽനാടൻ്റെ പരാജയമായി പോകാൻ കാരണം അതാണ്. കാരണം ഡയറക്റ്റായിട്ട് എന്താണ് ഇവർക്ക് വിജിലൻസ് അന്വേഷണത്തിന് പറ്റുന്നത്, ഒരു ഉപകാരം എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ്റെ പുറത്ത് ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സർക്കാർ അനധികൃതമായി ചെയ്യുന്നിടത്താണ് അവിടെ വിജിലൻസിൻ്റെ ഒരു അഴിമതി പ്രകടമായി. അങ്ങനെയില്ല അല്ല, അതിൻ്റെ പുറത്തൊരു കണ്ടന്റ് വേണ്ട, എന്ത് ചെയ്തു എന്നുള്ളത് അത് പ്രൂവ് ചെയ്യാൻ കോടതിയിൽ വിജിലൻസിൽ മാത്യു കുഴൽനാടൻ കഴിയാത്തത് കൊണ്ടാണ് ആ കേസ് തള്ളിപ്പോയത്. ഇവിടെ കോർപ്പറേറ്റ് ഫ്രോഡ് എന്നുള്ള ആസ്പെക്റ്റിൽ നമ്മൾ പോയത് കൊണ്ടാണ് ഇവിടം വരെ കേസ് എത്താൻ പറ്റിയത്. ഇനി അടുത്ത സ്റ്റേജിൽ ഈ പണം കൈപ്പറ്റിയത് എന്തിനു വേണ്ടി? പിണറായി വിജയൻ മാത്രമല്ലല്ലോ, സംസ്ഥാന മന്ത്രിസഭയിലുള്ള നിരവധി ആളുകൾ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അത്തരം ആളുകളിലേക്ക് ഈ കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഇനി CBI എൻക്വയറിയിലേക്ക് പോകണം. CBI എൻക്വയറി വരുമ്പോൾ മാത്രമേ ഇതേ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ പുറത്തു വരുള്ളൂ. എന്തിനു വേണ്ടി ഞാൻ പറയാറുള്ള കാര്യമാണ്, ഇത് കരിമണൽ എടുത്ത് വിറ്റതിനും കരിമണൽ കേരളത്തിൻ്റെ തീരദേശത്തെ കരിമണൽ ചൂഷണം ചെയ്തതിനും വേണ്ടിയാണ് കൊടുത്തതെന്ന് പറയുന്നത്. പക്ഷേ അത് തെളിയേണ്ടതായിട്ടുണ്ട്. ഇടിക്ക് പറ്റില്ലല്ലോ. ഇടിക്ക് മണി ലോണ്ടറിങ് കൊണ്ട് ഇഡിയുടെ ജോലികൾ അവസാനിക്കുമല്ലോ. അത് കഴിഞ്ഞാൽ ഞാൻ ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആ കേസ് പരിഗണനയിലാണ്. ഒരുപക്ഷെ ഇഡിയുടെ എൻക്വയറിയും കൂടെ കഴിഞ്ഞതിന് ശേഷം ആ ആവശ്യങ്ങൾ കുറച്ചുകൂടെ ശക്തമാകും എന്നാണ് എൻ്റെ വിശ്വാസം. തെളിവുകൾ വരട്ടെ, ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത്. അല്ല, ഇതെല്ലാം കുറേ ദിവസങ്ങളായിട്ടുള്ള കാറ്റുകളല്ലേ. എന്നിട്ട് എന്താ സംഭവിച്ചു? ആരെങ്കിലും ശിക്ഷിച്ചോ? അല്ല, ഇതിനെയൊക്കെ സംബന്ധിച്ച് പാർട്ടി നിങ്ങളെ, കാരണം ഇപ്പോൾ CPM പറയുന്ന ഭാഷയെ ഞങ്ങൾ പറയുന്നില്ല എങ്കിൽ പോലും പറയാറില്ല, ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാ കാറ്റിലോടുന്ന എല്ലാ കഥയ്ക്കും മറുപടി പറയാൻ BJPക്ക് പറ്റില്ല. അപ്പോൾ ഈ സംഭവത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പാർട്ടി ഔദ്യോഗിക നേതൃത്വം, പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലപ്പെടുത്തുന്ന നേതൃത്വം അത് നിങ്ങളെ അറിയിക്കും. അത് ഇപ്പോൾ നിങ്ങളോട് അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളല്ല ഞാൻ ആർക്കും ഒരു പരാതി കൊടുത്തില്ല. എനിക്കൊരു പരാതി ഇല്ല തന്നെ. ചേട്ടാ, എനിക്കെത്ര സ്ഥാനമാറ്റം വന്നിട്ടുണ്ട്? എല്ലാ ആഴ്ച സ്ഥാനമാറ്റം വരും. ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എനിക്കുള്ള ചുമതല എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 കർക്കട തിരംഗമായി ബന്ധപ്പെട്ട ചുമതലയാണ്. അതിനു മുമ്പ് എനിക്ക് മൈനോറിറ്റി ചുമതല ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്ക് എല്ലാ മാസവും 2-3 മാസം കൂടുമ്പോൾ ഞങ്ങളുടെ ചുമതലകൾ അങ്ങോട്ട് മാറും. അത് നടപടിയാണെന്ന് ഒക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഉണ്ടാകാമായിരിക്കാം, ഇല്ലാതായിരിക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ അറിവിൽ, സത്യമായിട്ട് പറയുകയാണ്, സത്യസന്ധമായി പറയുന്നത്, എൻ്റെ അറിവിൽ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇന്ത്യയിൽ ഏത് വിഷയത്തിലും ഏറ്റവും ക്ലാരിറ്റി ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്. അല്ല ചേട്ടാ, ഞാൻ പറയുന്നത്, നിങ്ങളിത് എത്ര ചോദ്യം ചോദിച്ചാലും നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ബാക്കി എല്ലാത്തിനും ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ഇതിന് മാത്രം നിങ്ങളോട് ഐ എം സോറി എന്ന് പറഞ്ഞു പോയെന്ന് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ. അല്ല ചേട്ടാ, അത് പൊതുസമൂഹത്തിൽ അറിയിക്കേണ്ട വിഷയങ്ങളല്ലേ ഇപ്പം ഞാൻ ഇപ്പോൾ അടച്ചിട്ട മുറയിൽ ഞാനും പ്രകാശ് ബാബു കൂടെ സംസാരിച്ച കാര്യം നിങ്ങളോട് പറയാൻ പറ്റുമോ? അല്ലല്ല, അത് ഉണ്ടോ ഇല്ലയോ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടവർ വിശദീകരിക്കും. ഞാനല്ല അത് പറയേണ്ടത്. നിങ്ങളിത് എത്ര പറഞ്ഞാലും എൻ്റെ വായി നീ ഉത്തരവല്ലാതെ കിട്ടില്ല. കാരണം ഒരു പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് ഇത്തരം വിഷയങ്ങളിൽ എന്നോട് പറയാൻ നിയോഗിച്ചിട്ടില്ല. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ പാർട്ടി എന്നെ നിയോഗിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ അറിയേണ്ടതാണെങ്കിൽ അറിയിക്കും, അറിയേണ്ടതാണ് അറിയിക്കില്ല. എന്തോ എൻ്റെ പൊന്നു സഹോദര, ഞാൻ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഞാൻ അങ്ങോട്ട് പറയിപ്പിക്കാനാ. കേരളത്തിലെ BJPയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പാണ്. നേരത്തെ നമ്മൾ കുഴപ്പമുണ്ട്. എല്ലാ സംസ്ഥാനത്തും ഇലക്ഷൻ BJP നടത്തുന്നുണ്ട്. സെൻട്രൽ ഫണ്ട് ഉണ്ടാവില്ല. ഒരു കാര്യം ഇത്രയും ചോദിച്ചുകൊണ്ട് ഒരു കാര്യം മാത്രം പറയാം. ഒരു കാര്യം ഇത്രയും ചോദിച്ചുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ പാർട്ടിയിൽ 1 രൂപയ്ക്ക് കണക്കുണ്ട്. അത് മാത്രം പറയും. എന്താ സംശയമുണ്ട്? 1 രൂപയ്ക്ക് ഈ പാർട്ടിയിൽ കണക്കുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്.
അത് മാത്രം നിങ്ങൾ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ ഒരു രൂപയ്ക്ക് അത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ വ്യാഖ്യാനിക്കുക. ഒരു രൂപയ്ക്ക് ഈ പാർട്ടിയിൽ കണക്കുണ്ട്. അല്ല അത് ഇതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു രൂപയ്ക്ക് പോലും കണക്കുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് ഇന്ത്യ മുഴുവൻ അത് എല്ലാത്തിനും കൃത്യമായ ഓഡിറ്റിംഗ് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. നിങ്ങളിപ്പോൾ ഇതിനകത്തൊരു 50% വരുന്ന എവിടുന്ന് കൈരളി ടി വി വരുന്ന കഥ വെച്ച് നിങ്ങൾ ചോദിക്കാതെ രാജീവ് ചന്ദ്രശേഖറിന് പണം ഒത്തിരി ആവശ്യമുള്ള ആളാണോ? ക്ലാരിറ്റി ഇല്ല. ഭരണമുള്ള ബിജെപിയുടെ സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരം വലിയ കോഴ ആരോപണം പാർട്ടിക്കകത്ത് വരുന്നില്ല. ഇത് ഇവിടെ മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറയാൻ അല്ലെ ഇവിടെ മാത്രം ഞാൻ രാജി വെച്ചോ അല്ല അത് ഞാൻ ഉത്തരവ് ഞാൻ ആദ്യം പറഞ്ഞത് അമ്മമാര് അഴിമതിക്കെതിരെയാണ് സമരം ചെയ്യുന്നതെങ്കിൽ പിണറായി വിട്ടോട്ടാണ് ആദ്യം സമരം ചെയ്യേണ്ടത്. അല്ല ഞാൻ പറയട്ടെ അതിന് ആ ധാർമ്മികത മുന്നിൽ കണ്ടുകൊണ്ട് എത്രയോ നടപടികൾ BJP സ്വീകരിച്ചു. BJP നടപടി ഈ വിഷയത്തിൽ സ്വീകരിച്ചില്ല. കുറ്റമറ്റ രീതിയിൽ വീണ്ടും നീറ്റ് എക്സാം നടത്തി. എപ്പോഴാണ് കോൺഗ്രസിനെ കണ്ടത്? പ്രതിപക്ഷം ഇപ്പോൾ ഈ CJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ സമരം തുടങ്ങിയതിന് ശേഷം അതുവരെ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? CJPയുടെ നാണമുണ്ടോ കോൺഗ്രസിന് CJPയുടെ ചെലവിൽ സമരം നടത്താൻ? അല്ല ഒരു നീറ്റ് എക്സാമിനേഷന് തെറ്റുപറ്റിയെന്ന് ഞങ്ങളെപ്പോഴും ചോദിച്ചോ? നീറ്റ് എക്സാമിനേഷനെ സംബന്ധിച്ച് ഭാരതീയ ജനത ഗവൺമെന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി നിലപാട് സ്വീകരിച്ചത്. അല്ലല്ല അയാളുടെ മാത്രം കുറ്റമാണോ അത് സംഭവിച്ചത്? അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അത് ചെയ്തത്? ഇപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞങ്ങൾക്ക് വി ആർ ടു സ്മോൾ. മനസ്സിലായില്ല? അത് പ്രധാനമന്ത്രി നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു വിഷയമാണ്. അങ്ങനെയാണ് ഇവിടെ സ്ത്രീകളുടെ മൊഴി നേരിട്ട് പീഡന കേസിൽ എടുത്തിട്ട് എത്ര മന്ത്രിമാർ രാജിവെക്കാത്തതുണ്ട് കേരള സംസ്ഥാനത്ത്? അവരാണ് പറയുന്നത്. സ്ത്രീകളുടെ മൊഴി നേരിട്ടെടുത്ത് അതിൽ പ്രതിയായിട്ട് രാജിവെക്കാത്ത മന്ത്രിമാർ ഈ നാട്ടിലുണ്ട്. എന്തിന്? ഒന്നും വേണ്ട പിണറായി വിജയൻ, ഒന്നും വേണ്ട ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാർ ചെയ്തോ? സമരം ചെയ്തവർ എല്ലാവരും തീവ്രവാദികളാണെന്ന് BJP പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം തീർത്തു പറയുന്നു, സമരം ചെയ്തവരെ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ഇവിടെ രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ധാരാളം എക്സാമ്പിൾ കണ്ടു. ആ രാജ്യവിരുദ്ധ ശക്തികൾ ഒന്നും വേണ്ട, ഈ ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിടയിൽ ഇവിടുന്ന് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേര് അങ്ങോട്ട് പോയി? അവരുടെയൊക്കെ ഹിസ്റ്ററി എന്തോ ഇവിടെ നടക്കുന്നുണ്ട്. രാജ്യവിരുദ്ധമായ സാധനമാണ്. സമരത്തിന് പോയ എല്ലാവരും രാജ്യവിരുദ്ധരാണെന്ന് നമ്മൾ പറഞ്ഞോ? അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവും. പക്ഷേ ഇതിനിടയിൽ നുഴഞ്ഞു കയറാൻ അത്തരം ശക്തികൾ ശ്രമിക്കുമ്പോൾ സമരക്കാർ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് BJP പറഞ്ഞു. പോട്ടെ, ആ പോകുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ് എന്ന് സമരക്കാർ ബോധ്യപ്പെട്ടില്ലെങ്കിൽ അല്ലല്ല അത് ലഡ്ഡം അതൊക്കെ ഞങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. ഏതൊക്കെ കാര്യങ്ങൾ? കഴിഞ്ഞ 2 വർഷമാണോ ഏറ്റവും കൂടുതൽ ട്രെയിൻ അപകടം നടന്നത്? ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യൻ റെയിൽവേ വന്ന വികസനത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറയാത്തത്? രണ്ട് ട്രെയിൻ അപകടത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ 12 വർഷക്കാലം കൊണ്ട് ഇന്ത്യ മുഴുവൻ ഇലക്ട്രിഫൈ ചെയ്തു. വന്ദേ ഭാരത് ട്രെയിനുകൾ. ഇന്നലെ ഹൈഡ്രജൻ ട്രെയിനിനെതിരെ കല്ല് പറിച്ചെറിയുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇന്ത്യ ആദ്യമായി അഭിമാനകരമായി പുറത്തിറക്കിയ ഹൈഡ്രജൻ ട്രെയിനിനെതിരെ കല്ല് പറിച്ചെറിയുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? അല്ല അത് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താ പറഞ്ഞേ? അതിന് കുറ്റം ആർക്കൊക്കെ എവിടെയൊക്കെ കുറ്റം സംഭവിച്ചിട്ടുണ്ടോ അതിൽ പരിഹാരം കാണും. അത് കുറ്റം സംഭവിച്ചിട്ടുണ്ടല്ലേ, അത് അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചില്ലേ? അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയല്ലേ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അത് ഇന്നലെ വരെ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ മറ്റേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചാടിയേക്കാണ്. രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഇത്ര നാൾ? അല്ല എവിടെയായിരുന്നു?
അല്ലല്ല അതൊരു പർട്ടിക്കുലർ അല്ല, അതിനകത്തുനിന്ന് ഇവിടെ വരുമ്പോൾ നോക്കിയേ, ഇതിനിടയിൽ വിദേശത്തായിരുന്നു പുള്ളി. ഇദ്ദേഹത്തെ ഒന്ന് കൈ തിരിച്ച് പിടിച്ച് കിട്ടിയിട്ട് ഇയാളെ കൊണ്ടൊന്ന് സമരം ചെയ്യാൻ നോക്കിയപ്പം ഇയാളെ കാണാനില്ല, അപ്പോഴും വിദേശത്താണ്. പ്രതിപക്ഷം അവരുടെ ജോലി ചെയ്യണം. ഇത് CJP അല്ല ഈ സമരം ചെയ്യേണ്ടത് എന്ന് നിങ്ങളല്ലേ പറയുന്നത്? അല്ല, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന ജോലി ഒരാൾ ചെയ്യാൻ, പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൂന്നാമത്തെ തൂണാണ്. ആ തൂണിനെ നിർബന്ധമായും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തേണ്ട ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും എന്താ ചെയ്തത്? ഇല്ല, അവർ തമ്മിൽ തല്ലി പിരിയുന്നതിന് ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റും? ബംഗാളിൽ മമതേനെ കൂടെ കൂട്ടിക്കൊണ്ട് അവർ ഇത് പിടിക്കാൻ പോയി, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. തമിഴ്നാട്ടിൽ നിങ്ങളുടെ കോൺഗ്രസ് ചെയ്തതെന്താ? തമിഴ്നാട് നിങ്ങളുടെ കോൺഗ്രസ് ചെയ്തെന്നാ? എത്രയും 40 വർഷമായിട്ടുള്ള ബാന്ധവം ഒറ്റ രാത്രി കൊണ്ട് അപ്പുറത്ത് വിജയുടെ കൂടെ പോയി. ഈ എന്ത് രാഷ്ട്രീയം! അതുകൂട്ട് സ്വഭാവമൊക്കെ കാണിച്ച ജനം വിലയിരുത്തി ഒരു രാത്രി കൊണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും, ഒറ്റ രാത്രി 40 കൊല്ലമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് DMK വിട്ട് പോയിരിക്കുന്നു. നാണമുണ്ടോ കോൺഗ്രസിന്? ഒരു ഉളുപ്പ് വേണ്ടേ? ഇത്രയും കാലം എന്തിൻ്റെ പേരില്ല? ഒന്നുമില്ല, ചുമ്മാ ഭരണം അങ്ങോട്ട് മാറി കൊണ്ട് ഞങ്ങൾ പോവാന്ന്. ഇതല്ലേ കോൺഗ്രസ്? അതുകൂട്ട് സ്വഭാവമായിട്ട് പോയാൽ പാർട്ടി തകർന്നു പോകും. ഇപ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് റോഡിലിറങ്ങി നടക്കാൻ ആളില്ല. ഞാനും അതെ, ഞാൻ പാർട്ടി മാറിയ ഒരാളാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ നിൽക്കുന്നിടത്ത് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഞാൻ പാർട്ടി മാറിയതിനെല്ലാം എന്നെ മുന്നണി മാറിയതിന് വളരെ കൃത്യമായ കാരണമുണ്ട്. ചരിത്രം പഠിച്ചാൽ മതി എന്താണെന്ന്, എന്തുകൊണ്ടാണെന്ന്. കൃത്യമായി പിണറായി വിജയനായിരുന്നു അന്നും പ്രശ്നം. VS-നൊപ്പം നിന്നതിൻ്റെ പേരിലാണ് ഇടതുപക്ഷത്തിൻ്റെ പുറത്താക്കിയത്. എന്തിനാ? മതികെട്ടാൻ പ്രശ്നത്തിൽ അന്നത്തെ മന്ത്രിയായിരുന്ന ആരാ രാജിവെച്ച്? TU കുരുവിളയെ രാജിവെപ്പിച്ചത് PC ജോർജ്. അന്ന് പുറത്താക്കിയതാണ്, പുറത്തു പോയതല്ല, പുറത്താക്കിയതാണ്. 2015 UDF വിടുന്നു. എന്തിനാ പുറത്താക്കി? അന്ന് ബാർ കോഴയിൽ KM-മാണിക്കെതിരെ പ്രതികരിച്ചേന്. ചുമ്മാ അങ്ങ് പറയരുത്, ആ കൂടെ പറയണം എന്തിനാന്നും കൂടെ. അല്ല ഞങ്ങളിങ്ങനെ വിട്ടില്ലാന്ന് വിചാരിക്കും. അങ്ങനെയല്ല, കാരണമുണ്ട്. ആ കാരണം പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോധ്യമില്ലായിരിക്കും, പക്ഷേ ആദർശത്തിൻ്റെ പുറത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. വേറെ ഒന്നും കയ്യിലില്ല. ഇവർക്കൊക്കെ കാണുമായിരിക്കും, ഞങ്ങൾക്ക് വേറെ ഒന്നും കയ്യിൽ. എൻ്റെ ആദർശം ആരുടെ മുമ്പിലും ഞാൻ പടയം വെച്ചിട്ടില്ല. അത് അന്ധമായ BJP വിരോധികൾ ഇങ്ങനെ ചുമ്മാ പറയുന്നതന്നെ. അത് ഈ ചിലർക്ക് ഇവൻ്റെ പൊന്നും കൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധിയെ ചുമന്ന് നടക്കുന്നവരോട് എല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓക്കെ, താങ്ക് യു.